മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. എന്ന് അപേക്ഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടതുണ്ട്. ഈ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്ന ആളുകളൊന്ന് മാറിക്കൊടുക്കുക. ആ പടക്കം പൊട്ടിക്കലൊന്നും നിർത്തണം. ഇനി പുതിയ പടക്കം പൊട്ടിക്കരുത്. വളരെ നിർബന്ധമായി പറയുന്നു. പടക്കം പൊട്ടിക്കരുത് നിർബന്ധമായിട്ട് പറയുന്നു. സതീശനക്ക് ഒരു പൊട്ടി തോന്നിവാസം എന്നൊക്കെയാ വിളിച്ചു പറയുന്നത്. നമ്മളിതൊക്കെ പറയുമ്പോഴേക്ക് കോൺഗ്രസ് അടിമകൾക്ക് ചൊറിഞ്ഞു കുരുമുട്ടു, ചാടി വീയു. ഓ, പടക്കം പൊട്ടിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് ഈ കോൺഗ്രസിന്റെ അടിമകളെ തന്നെയാണ് ഈ സതീശൻ വിളിച്ചിട്ട് തെറി പറയുന്നത് എന്നുള്ളൊരു ബോധം, അത് ചിന്തിക്കാനുള്ള ഒരു മികവ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവില്ല. ഈ സതീശന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് സതീശൻ എത്തിയതിന്റെ സന്തോഷം പങ്കുവെക്കാൻ ഒന്ന് പടക്കം പൊട്ടിച്ചപ്പോയേക്ക് ഏജാതി കുരുവൊട്ടല ഈ സതീശനൊക്കെ. ഏത് സതീശനും കൂട്ടരുമാണ് ഇത് ചെയ്യുന്നത്? പിണറായി വിജയന് കറുപ്പ് കണ്ടാൽ ഭയമാണോ എന്ന് പറഞ്ഞ് നിരന്തരം പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ്സുകാരിപ്പോ സതീശനിപ്പോ പടക്കം പൊട്ടിച്ചു, അത് തോന്നിവാസം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമോ എന്ന് ചോദിച്ചുകൊണ്ടിപ്പോ ന്യായീകരണവുമായിട്ട് കോൺഗ്രസ് അടിമകള് ഈ രംഗത്തെത്തിയിട്ടുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് പിണറായി വിജയന് കറുപ്പ് ഭയമാണ് എന്ന് നിങ്ങൾ വിളിച്ചു പറയാറില്ലേ? കറുപ്പ് കണ്ടാൽ പിണറായിക്ക് ഭയമോ എന്ന്. പിണറായിക്ക് കറുപ്പ് കണ്ടാൽ ഭയമാണെങ്കിൽ സതീശന് പടക്കം പൊട്ടിക്കുന്നത് കേട്ടാൽ, സ്വന്തം അണികള് സതീശനെ ഒന്ന് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാൽ സതീശൻ അത് കുരുപൊട്ടും എന്നുള്ളതും കേരളത്തിൽ ബോധമുള്ള ജനത ഒരേ സ്വരത്തിൽ പറയൂ. ഈ പിണറായി വിജയന്റെ അഹങ്കാരത്തില്, നമുക്കറിയാം പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു അഹങ്കാരിയാ. ഈ പിണറായി വിജയന്റെ അപ്പനായിട്ട് വരും അഹങ്കാരത്തിന്റെ വിഷയത്തിൽ വി.ഡി. സതീശന്. ഇതിപ്പോ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രം സഹിച്ചാൽ മതി. ഈ സതീശൻ വന്നിട്ട് കുരുപൊട്ടുന്ന ഓരോ കാര്യങ്ങളെ പടക്കം പൊട്ടിക്കുമ്പോഴേക്ക് തോന്നിവാസം എന്നൊക്കെ ഇല്ലേച്ചൊരു ഉടുപ്പില്ലേ. ഈ സതീശന്റെ യാത്ര വിജയിപ്പിക്കാനല്ലേ ഈ പറയുന്ന കോൺഗ്രസ് അടിമകള് പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അതുപോലും ഉൾക്കൊള്ളാൻ കഴിവില്ലാത്ത ഈ സതീശനൊക്കെ നാളെ മുഖ്യമന്ത്രി ആയാൽ ഇയാളുടെ അഹങ്കാരം കേരള ജനത ഒന്നടങ്കം സഹിക്കേണ്ടി വരില്ലേ? ഈ സതീശനൊക്കെ എത്രത്തോളം അഹങ്കാരിയാണ് എന്നുള്ളത് നമ്മൾ മുമ്പേയും കണ്ട്. ഷാഫി പറമ്പിൽ വി.ഡി. സതീശൻ ഇതേ യാത്രയില് ഷാഫി പറമ്പിലിനെ സതീശനെ വിളിക്കുന്നതിന് മുമ്പ് വിളിച്ചോ എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ ഒരു ഭാഗത്തുനിന്ന് കുരുപൊട്ടുമ്പോ അത് മൈൻഡ് പോലും വെക്കാതെ തന്റെ യാത്രക്ക് വേണ്ടി സഹകരിക്കുന്ന ലീഡേഴ്സിനെ പോലെ ഒന്ന് പരിഗണിക്കാതെ സതീശന് മൈൻഡ് വെക്കാതെ മുഖവും വെറുപ്പിച്ച് വെച്ച് മറ്റൊരു പ്രസംഗം നടത്തുന്നതും, അതായത് ഷാഫി പറമ്പിൽ ഒരു ഭാഗത്തേക്കും സതീശൻ ഒരു ഭാഗത്തൊക്കെ തല്ല്. അതായത് നമ്മുടെ പിണറായി വിജയന് പകരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവട്ടെ എന്ന് ബോധമുള്ള ഒരു മലയാളിക്കും പറയാൻ സാധിക്കാത്ത തരത്തിലേക്കാണ് കോൺഗ്രസ് UDF ഇപ്പോ എത്തി നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഗതികേട്. നമ്മൾ ഭരണപക്ഷം പരാജയമായതുകൊണ്ട് പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യാൻ നോക്കിയാൽ അവിടെ തല്ല, ഒരുത്തൻ ഷോവർക്ക്, മറ്റൊരുത്തൻ മുഖം ചുളിക്കല് പോലുള്ള ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള, അതായത് സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ പോലും ഷാഫിയും സതീശനൊക്കെ എന്തു ഉണ്ടയാ ചെയ്യുന്നത് എന്നല്ലേ നമ്മൾ കാണുന്നത്. ഇവര് നാളെ കേരളത്തിന്റെ അധികാരത്തിലെത്തിയാൽ കേരള ജനതയുടെ അവസ്ഥ എന്തായിരിക്കോ? ഇവിടെ ഭരിക്കുന്ന സർക്കാരിന്റെ അവസ്ഥയോ? അവർക്കൊരു നയം തന്നെയുണ്ട്. അവരത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കക്ക മുക്ക നക്ക, അതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നയം. കേരളം പെട്ടിരിക്കുക എന്ന് പറയുന്നത് വെറുതെ അല്ല, പെട്ടിരിക്കുകയാണ്. ഈ ദേവസ്വം ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പൊ എന്തൊക്കെ വാർത്തകൾ അപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഘം അത് എന്തിനു വേണ്ടി നടത്തിയതാ? ഈ ഇടതുപക്ഷത്തിന് കട്ടുമുടിച്ച് നക്കി ജീവിക്കാനോ? ഇതൊക്കെ മലയാളികൾ ചിന്തിക്കേണ്ടതല്ലേ? ഇപ്പോ 3 കോടി പറയുന്നു, 7 കോടി പറയുന്നു. ഇപ്പൊ മാതൃഭൂമി ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറയുന്നു 10 കോടിയോളം രൂപയാണ് കട്ടുമുടിച്ചിട്ടുള്ളത് എന്ന്. എന്തൊക്കെ തരത്തിലാ ഒരു ആഗോള അയ്യപ്പ സംഗമത്തില് അതിലെന്തുമാതിരി ആള് വന്നു എന്നുള്ളത് പോലും നമ്മളൊക്കെ കണ്ടു. ഒരു കല്യാണത്തിന് വരുന്ന ആള് വന്നോ? ഇത് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. ഇവർക്ക് വേണ്ടിയാണ് 10 കോടിയോളം നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം അവരാ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല. കട്ടുപിടിക്കുക
നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ പോലും കട്ടുപിടിക്കുക. അതായത് അറിയപ്പെടുന്ന എന്തുണ്ടോ അതൊക്കെ തന്നെ എഴുതി ചേർക്കുക, കാക്കുക. ഈ തരത്തിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തെ കൊണ്ട് കേരള ജനത പൊറുതി മുട്ടി കഴിഞ്ഞു. ഇവർക്ക് പകരമായിട്ട് പ്രതിപക്ഷത്തെ ഒരിക്കലും സെലക്ട് ചെയ്യാൻ കേരള ജനതയ്ക്ക് സാധിക്കില്ല. കാരണം എന്താ? അവര് തമ്മിത്തല്ലിപ്പോയാൻ തുടങ്ങി. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തമ്മിത്തല്ല്. കോൺഗ്രസ് പ്രവർത്തകരെ പോലും സതീശൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സതീശന് വേണ്ടി പടക്കം പൊട്ടിച്ചിട്ടും ആഘോഷം നടത്തുമ്പോഴേക്കും കുരു പൊട്ടുക. ആ സതീശനെ എങ്ങനെ മുഖ്യമന്ത്രിയാക്കും? കോൺഗ്രസിനെ എങ്ങനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും? ഈ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആരാ നിയന്ത്രിക്കുക? മുസ്ലിം ലീഗ് അല്ലേ? ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് ഒക്കെ അല്ലേ ഈ പറയുന്ന UDF അധികാരത്തിലെത്തിയാൽ നിയന്ത്രിക്കുക? ഈ UDF അധികാരത്തിലെത്തിക്കാൻ സാധിക്കുമോ? ഇവിടെ ഇപ്പൊ മൂന്നാം സംവിധാനമായിട്ട് NDA സംവിധാനം ഉണ്ട്. ജനങ്ങൾ മതഭേദമന്യേ സകല ആളുകളും ഇപ്പൊ ഒരു ഓപ്ഷനായിട്ട് ഈ NDA നോക്കി കണ്ടു കഴിഞ്ഞു. കാരണം മറ്റൊന്നല്ല, BJP ഇപ്പൊ അധികാരത്തിലുള്ളത് നമ്മുടെ തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ല. അവിടെ ഓരോ ദിനവും അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് പോലും BJP കൗൺസിലർമാരെ പറഞ്ഞയച്ചിട്ട് അവിടെ നഗരങ്ങളിലുള്ള വികസനങ്ങൾ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെ വികസിപ്പിക്കാമെന്നാണ് BJP വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതായത് BJP കൃത്യമായിട്ട് ഒരു നയം കേരളത്തിൽ ഉയർത്തിക്കഴിഞ്ഞു. അത് വികസനത്തിന്റെ. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വികസനമാണ്, അത് എല്ലാവർക്കും ഒരുപോലെ എന്നൊരു നയം BJP ഇവിടെ എടുത്തു കഴിഞ്ഞു. മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോ LDF കക്ക മുക്ക നക്കാതെ ഇനി ആഗോള അയ്യപ്പ സംഘം. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു, അയ്യപ്പനുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധ? ഈ പറയുന്ന ഇടതുപക്ഷത്തിന് ശബരിമലയിലേക്ക് സ്ത്രീകളെ അധികാരത്തിന്റെ ആ ഒരു വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ച് ഹിന്ദുവിനെ അപമാനിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷം ഇലക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് ഒരു ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തി അതിലും പരമാവധി കാട്ട് മൂക്കി നക്കി മുന്നോട്ട് പോകുമ്പോ ആളുകൾ അങ്ങ് വോട്ട് ചെയ്യുമെന്നാണോ ഇടതുപക്ഷം കരുതുന്നത്? എന്ത് പ്രോഗ്രാം നടത്തുകയാണെങ്കിലും അത് കമ്മികൾ അത് എന്തെങ്കിലും ആയിട്ട് മുക്കുക എന്നൊരു ലക്ഷ്യം മാത്രം. മറുഭാഗത്ത് UDF-ഉം അവരെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിട്ട്, അതായത് സതീശൻ ഈ അടുത്ത് പോലും പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റൊരു ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് ബന്ധമില്ല എന്നൊക്കെ. പക്ഷെ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി 8 നിലയിൽ പരാജയപ്പെടുമ്പോ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ച് നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പൊ ലോകം മൊത്തൊരു ജമാഅത്തെ ഇസ്ലാമിയ. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് UDF അധികാരത്തിലെത്തിയാൽ അവരെ നിയന്ത്രിക്കുക. കേരളത്തിലെ ഇടത് വലത് എന്ന് അതായത് കേരളത്തിലെ LDF UDF എന്ന് പറയുന്നത് കേരള ജനതയ്ക്ക് ഒരു ഓപ്ഷൻ പോലും അല്ലാതെയായി മാറി. ഇപ്പൊ ഏറ്റവും നല്ലതായിട്ട് മൂന്നാമതായിട്ട് വരുന്ന തിരുവനന്തപുരത്ത് അവർ വികസനം ചെയ്യാൻ. തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുന്നു അത് നോക്കിയിട്ട് ജനത വോട്ട് ചെയ്യും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഇടതിനെയും കേരളത്തിലെ UDF-നെയും LDF-നെയൊന്നും ബോധമുള്ള ഒരു മനുഷ്യനെ വോട്ട് ചെയ്യാൻ സാധിക്കുമോ?